അദാനി ഗ്രൂപ്പുമായി ചേർന്നുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനം പോലെ സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊല്ലമടക്കമുള്ള ചെറുകിട തുറമുഖങ്ങളും വികസിപ്പിക്കാൻ കേരള മാരിടൈം ബോർഡിന്റെ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച രൂപരേഖയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മാരിടൈം ബോർഡ് നൽകിയിട്ടുണ്ട്. സർക്കാർ അനുമതി ലഭിച്ചാലുടൻ ആദ്യം താൽപര്യപത്രവും തുടർന്ന് ടെൻഡറും ക്ഷണിക്കും. ചെറുകിട തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ചരക്ക് ക്രൂയിസ് സർവീസുകൾ നടത്താൻ മാരിടൈം ബോർഡ് നേരിട്ട് നടത്തിയ ശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്താത്ത സാഹചര്യത്തിലാണ് സ്വകാര്യ കമ്പനികളെ പങ്കാളികളാക്കാൻ ആലോചിക്കുന്നത്. പങ്കാളിയാകുന്ന സ്വകാര്യ കമ്പനിക്ക് നിശ്ചിത കാലത്തേക്ക് പോർട്ട് കൈമാറും. പോർട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം, ക്രൂയിസ്, പാസഞ്ചർ, ചരക്ക് സർവീസുകളുടെ ഓപ്പറേഷൻ, പോർട്ടിന്റെ ഒഴിഞ്ഞ ഭൂമിയിൽ വിവിധ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങിയവ സ്വകാര്യ കമ്പനിക്ക് നടത്താം. ലാഭത്തിന്റെ നിശ്ചിത ഭാഗം മാരിടൈം ബോർഡിന് കൈമാറുന്ന തരത്തിലാകും കരാറ്. 50 വർഷത്തേക്ക് വരെ സ്വകാര്യ പങ്കാളിക്ക് കൈമാറാനാണ് സാധ്യത. വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ പോർട്ടുകളിലും സമാനമായ പദ്ധതിക്ക് ആലോചനയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2013 നവംബർ 9 കൊല്ലം തുറമുഖത്ത് കോസ്റ്റൽ ഷിപ്പിംഗ് പ്രോജക്ട് ആരംഭിച്ചത്. തീരദേശ ഷിപ്പിംഗിന്റെ ഭാഗമായി ആദ്യമായി MV സൂര്യമുഖി എന്ന കണ്ടെയ്നർ കപ്പൽ എത്തുകയുമുണ്ടായി. യാത്രാക്കപ്പലുകൾക്കായി പാസഞ്ചർ ടെർമിനലും 2014 നിർമ്മിച്ചിരുന്നു. കൊല്ലം MLA ആയിരുന്ന PK ഗുരുദാസിന്റെ പ്രയത്നവും തുറമുഖ വികസനത്തിന് മുതൽക്കൂട്ടായി. നീണ്ട കാത്തിരിപ്പ്. തുറമുഖങ്ങൾക്ക് ആവശ്യമായ 3 പ്രധാന അനുമതികളിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് ദീർഘകാലമായി കാത്തിരിക്കുകയായിരുന്നു. പോർട്ട് ക്ലിയറൻസ്, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് സൗകര്യത്തോടെ കസ്റ്റംസ് ക്ലിയറൻസ് എന്നിവ നേരത്തെ ലഭിച്ചിരുന്നു. ഇമിഗ്രേഷൻ അനുമതിക്കായി NK പ്രേമചന്ദ്രൻ MP പലതവണ പാർലമെന്റിൽ ശബ്ദമുയർത്തുകയും കേന്ദ്രമന്ത്രിമാരെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. കേരള മാരിടൈം ബോർഡും നിരന്തരം പരിശ്രമം നടത്തിയിട്ടുണ്ട്. അനുമതി ലഭിക്കുന്നതിന് നിബന്ധന പ്രകാരമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കാണിച്ച് പലതവണ കേന്ദ്രം സംസ്ഥാനത്തിന് കത്തും അയച്ചിരുന്നു. ചുറ്റുമതിൽ, മുള്ളുവേലി, CCTV ക്യാമറ തുടങ്ങിയ കേന്ദ്രം നിഷ്കർഷിച്ച എല്ലാ സൗകര്യവും മാസങ്ങൾക്ക് മുൻപ് ഒരുക്കുകയും ചെയ്തു. തുടർന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര തലത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ലഭിക്കുകയുമുണ്ടായി. 6 മാസത്തേക്കായിരുന്നു മാരിടൈം ഓർഗനൈസേഷൻ ISPS കോഡ് അനുവദിച്ചത്. ഇമിഗ്രേഷൻ അനുമതിയിലൂടെ തുറമുഖത്ത് തുറന്നു കിട്ടുന്നത് വലിയ വികസന സാധ്യതയാണ്. വിദേശ കപ്പലുകൾ എത്തിയാൽ അനുമതി നൽകേണ്ടത് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസാണ്. കൊല്ലത്ത് FRRO ഇല്ലാത്തതിനാൽ പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയാണ് അനുമതി നൽകുന്നത്. ഇതിന് കാലതാമസം നേരിടും. ദിവസങ്ങൾ കാത്തുകിടക്കുന്നതിലൂടെ കപ്പലുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇമിഗ്രേഷൻ അനുമതി ലഭിച്ചതോടെ കാലതാമസം ഒഴിവാക്കി ഓഫീസിന് നേരിട്ട് കൈകാര്യങ്ങൾ ചെയ്യാനാകും. കണ്ണെത്തും ദൂരത്ത് വികസനം. അന്താരാഷ്ട്ര കപ്പൽ ചാലിനോടടുത്ത് ക്രൂ ചേഞ്ചിന് കൂടുതൽ സാധ്യത. ഉൾനാടൻ ജലാശയങ്ങളിലേക്ക് ക്രൂയിസ് സാധ്യത. നിലവിൽ 5.20 മുതൽ 6 മീറ്റർ വരെ ട്രാഫ്റ്റ് ഡ്രെഡ്ജിംഗ് നടത്തിയാൽ 10 മീറ്റർ വരെ ആഴം. 10 ഏക്കറിൽ യാർഡ്. 178, 101 മീറ്റർ വീതമുള്ള വാർഫുകൾ. ഇമിഗ്രേഷൻ സൗകര്യം, ISPS അംഗീകാരം. സാധ്യതകൾ: ക്രൂയിസ് സർവീസ്, ഫീഡർ സർവീസ്, ലോജിസ്റ്റിക് പാർക്ക്, ഭക്ഷ്യസംസ്കരണം, വെയർ ഹൌസിംഗ്. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള താൽപര്യപത്രം ക്ഷണിക്കുമെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.